മാറാത്തത് മാറും എന്ന് പറഞ്ഞാണ് തിരുവനന്തപുരത്ത് BJP വോട്ട് പിടിച്ചത്. മൊത്തം വോട്ട് കണക്കെടുക്കുമ്പോഴത്തേക്കും CPM-നേക്കാൾ 10,000 വോട്ട് താഴെയാണെങ്കിലും കണക്ക് വ്യക്തമായപ്പോഴത്തേക്കും BJP ആണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം പിടിച്ചത്. സംസ്ഥാനം ഒട്ടാകെ പലയിടങ്ങളിലും തിരിച്ചടി നേരിട്ടെങ്കിലും തിരുവനന്തപുരത്തെ ആ വലിയ വിജയത്തിൽ അതിനെല്ലാം മറികടക്കാൻ BJPക്ക് സാധിച്ചിട്ടുമുണ്ട്. BJPയുടെ പ്രധാന വാക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാറാത്തത് മാറുമെന്നാണ്. അപ്പൊ തിരുവനന്തപുരത്ത് മാറാത്തത് ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ BJPയുടെ അധികാരം എത്തിയിട്ടുണ്ട്. ഇന്നലെയായിരുന്നു സത്യപ്രതിജ്ഞ. എന്തായാലും ഒരു സ്വതന്ത്രനെ കൂടെ ചേർത്തുകൊണ്ട് BJP ഭരിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി കളി BJPയുടെ കയ്യിലാണ്. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല, ഞങ്ങൾ വന്നാലേ വല്ലതും നടക്കൂ എന്ന് പറഞ്ഞാണ് വോട്ട് പിടിച്ചത്. അതുകൊണ്ട് തന്നെ അവർ അധികാരത്തിൽ എത്തിയത് കൊണ്ട് ഇനി വല്ലതും നടത്തിയേ പറ്റൂ. വളരെ സുപ്രധാനമായ കാര്യമാണ്. കാരണം കേന്ദ്രത്തിൽ BJPയുടെ സർക്കാരാണുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ ട്വീറ്റ് ചെയ്തു. അതുകൊണ്ട് 5 വർഷം കൊണ്ട് എങ്ങനെയെങ്കിലും മികച്ച കാര്യങ്ങൾ സംസ്ഥാനത്ത് എത്തിയേ പറ്റും, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് എത്തിയേ പറ്റും. അതല്ലാതെ പാലക്കാട് പോലെ പന്തളം പോലെ ആണെങ്കിൽ വലിയ തിരിച്ചടിയായിരിക്കും. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്സഭയിലേക്കും BJP കണ്ണുവച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ സീറ്റാണ്. തിരുവനന്തപുരത്ത് നിന്നാണ് ജയിക്കാൻ അവർക്ക് ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത്. തൃശ്ശൂരിലും ഒരു തവണ കിട്ടിയെങ്കിലും ആ അബദ്ധം ഇനി എന്തായാലും തൃശ്ശൂർ സംഭവിക്കാൻ പോകുന്നില്ല. തിരുവനന്തപുരമാണ് അവർക്ക് എന്തുകൊണ്ട് സേഫ് ആയ സീറ്റ്. അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷനകത്ത് നേടിയ വിജയത്തിൽ നിന്ന് അവരെന്തൊക്കെ ചെയ്തു, BJP എന്തൊക്കെ തിരുവനന്തപുരത്ത് ചെയ്തു എന്ന കാര്യം സംസ്ഥാനം ഒട്ടാകെ ഒരു വ്യക്തമായ സ്ക്രൂട്ടിനിക്ക് വിധേയമാകും. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്രം അവരാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് കാര്യങ്ങൾ ചെയ്തു തരാൻ പറ്റുമെന്ന് പറഞ്ഞാണ് വോട്ട് പിടിച്ചത്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചതിനേക്കാൾ ഏറ്റവും കൂടുതൽ സ്ക്രൂട്ടിനി വരാൻ പോകുന്നത് തിരുവനന്തപുരത്തെ BJPയുടെ വിജയത്തിനായിരിക്കും. തിരുവനന്തപുരത്തെ അടുത്ത 5 വർഷം കൊണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നഗരമാക്കുമെന്നാണ് അവരുടെ പ്രഖ്യാപനം. അവരുടെ പ്രകടന പത്രികയ്ക്ക് അത് വ്യക്തത പറയുന്നുണ്ട്. CPM ഭരിക്കുന്ന പോലത്തെ അവസ്ഥയല്ല BJP ഭരിക്കുമ്പോൾ ജനം അങ്ങനെയായിരിക്കും കാണാൻ പോകുന്നത്. ഈ 5 വർഷം കൊണ്ട് ഒന്നും കൊണ്ടുവന്നില്ല. തിരുവനന്തപുരം പഴയതിനേക്കാൾ മോശമാവുകയാണെങ്കിൽ ഇപ്പോൾ ഒരു തരത്തിൽ മികച്ച രീതിയിലാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രശ്നങ്ങളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അതിനെല്ലാം കവച്ചു വെക്കാനുള്ള ശ്രമങ്ങൾ കോർപ്പറേഷന്റെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. അതിൽ നിന്നും പുറമോട്ട് പോവുകയാണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ അതിൽ നിന്നും പുറമോട്ട് പോവുകയാണെങ്കിൽ BJPക്ക് സംസ്ഥാനം ഒട്ടാകെ വമ്പൻ തിരിച്ചടിയായിരിക്കും വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പറഞ്ഞ വാക്കുകളല്ല, പ്രവർത്തിച്ച് കാണിച്ചേ പറ്റൂ BJPക്ക്. തൃശ്ശൂർ പോലെയല്ല. തൃശ്ശൂരിനേക്കാൾ BJP ഏറ്റവും കൂടുതൽ സ്ക്രൂട്ടനൈസ് ചെയ്യാൻ പോകുന്നത്, വിമർശനത്തിന് വിധേയമാകാൻ പോകുന്നത് തിരുവനന്തപുരത്തായിരിക്കും. തിരുവനന്തപുരത്ത് എങ്ങനെയൊക്കെ പറഞ്ഞാലും 2030 അടുത്ത തദ്ദേശ ഇലക്ഷന് പോകുമ്പോഴത്തേക്കും 2030 ഡിസംബറിലേക്ക് പോകുമ്പോഴത്തേക്കും തിരുവനന്തപുരത്ത് മെട്രോ ഓടിയിരിക്കണം. മെട്രോ ഓടിയില്ലെങ്കിൽ BJP തോറ്റുപോകും. കാര്യം സർക്കാർ നിങ്ങളുടെയാണ്, ഞങ്ങൾക്കെല്ലാം ചെയ്തു തരാൻ പറ്റുമെന്ന് പറഞ്ഞാണ് വോട്ട് പിടിച്ചത്. അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും നടന്നില്ലെങ്കിൽ BJPക്ക് ശക്തമായ തിരിച്ചടിയായിരിക്കും. പൊളിറ്റിക്കലി ചിന്തിക്കുന്നവരാണ് തിരുവനന്തപുരത്തെ വോട്ടർമാർ എന്നതുകൊണ്ട് തന്നെ അവർ കാര്യമായിട്ട് ശ്രദ്ധിക്കും. ആ ശ്രദ്ധ പ്രകാരം ഒന്നും കിട്ടിയില്ലെങ്കിൽ BJPക്ക് ഒമ്മ തിരിച്ചടിയായിരിക്കും. ആ തിരിച്ചടി തദ്ദേശ ഇലക്ഷനിൽ മാത്രമായിരിക്കത്തില്ല. ഇവിടുന്ന് ലോക്സഭയിലേക്ക് പോകാൻ താറെടുത്ത് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്, അവർക്കും തിരിച്ചടി കിട്ടും. നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ളവരും ഒരുപാട് പേരുണ്ട്, അവർക്കും തിരിച്ചടി കിട്ടും. വ്യക്തമായിട്ട് BJPയെ തിരുവനന്തപുരത്തുകാർ മലയാളികൾ അളക്കാൻ പോകുന്നത് ഇനി തൊട്ടായിരിക്കും. സുരേഷ് ഗോപിയുടെ വിജയത്തിന് ശേഷം വലിയ മാറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞെങ്കിലും അവിടെ പ്രത്യേകിച്ച് ഒരു വിജയം ഉണ്ടായില്ല, ഒരു മാറ്റം ഉണ്ടായില്ല. തൃശ്ശൂരിൽ BJP പുറമോട്ട് ഇറങ്ങുകയാണ് ഉണ്ടായത്. അതിനേക്കാൾ വലിയ തിരിച്ചടിയായിരിക്കും ഇവിടെ BJP കാര്യമായി പ്രവർത്തിച്ചില്ലെങ്കിൽ. ഏറ്റവും കുറഞ്ഞത് മെട്രോ എങ്കിലും തിരുവനന്തപുരത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. മെട്രോ ഉണ്ട്, എയിംസ് ഉണ്ട്, അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളുണ്ട്. 45 ദിവസം കൊണ്ട് പുതിയൊരു നയരേഖ ഉണ്ടാക്കുമെന്നും അതിന്റെ പ്രകാശനത്തിന് പ്രധാനമന്ത്രി എത്തുമെന്നുമാണ് പറഞ്ഞിരുന്നത്. 45 ദിവസം എന്ന് പറയുമ്പോഴത്തേക്കും വ്യക്തത പരിശോധിക്കുകയാണെങ്കിൽ ഫെബ്രുവരി 1 തീയതിക്കുള്ളിൽ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തിയിട്ട് കാര്യങ്ങൾ പ്രഖ്യാപിക്കണം. അത് മാത്രവുമല്ല, അതിനോടനുബന്ധിച്ച് നടക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ബജറ്റിൽ തിരുവനന്തപുരത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കിട്ടിയിരിക്കണം. അതും കിട്ടിയില്ലെങ്കിൽ വെറും വാക്ക് മാത്രമാണ് BJP പറഞ്ഞെന്ന് തിരുവനന്തപുരത്തുകാർ വിശ്വസിക്കേണ്ടി വരും. എന്തായാലും BJPക്ക് സുപ്രധാനമായ ഒരു അവസരമാണ് കൈക്കിട്ടിട്ടുള്ളത്. BJPയുടെ ആദ്യത്തെ MLA, കേരളത്തിലെ ആദ്യത്തെ MLA രാജഗോപാലാണ്. രാജഗോപാലിന് കിട്ടിയ ഒരു പ്രതിച്ഛായുണ്ട്. കേന്ദ്ര സഹമന്ത്രിയായ സമയത്ത് സംസ്ഥാനത്തേക്ക് ഒരുപാട് ട്രെയിനുകൾ കൊണ്ടുവന്നു. വടക്കൻ കേരളത്തിലെ മിക്കവാറുമുള്ള ഈ റെയിൽവേ ഓവർ ബ്രിഡ്ജുകൾ അനുവദിച്ചത് രാജഗോപാൽ കേന്ദ്ര റെയിൽവേ മന്ത്രിയായ സമയത്താണ്. അത് പരിപൂർണമായിട്ട് പൂർത്തിയാക്കാൻ അദ്ദേഹം സാധിച്ചില്ല. പക്ഷെ അത് പുതിയ 2016 പിണറായി സർക്കാർ വന്നതിന് ശേഷമാണ് അത് പൂർത്തീകരിച്ചത്. പക്ഷെ അനുമതി കൊടുത്തത് രാജഗോപാൽ മന്ത്രിയായ സമയത്താണ്. അതിന്റെ ഒരു എഫക്റ്റ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം വികസനത്തിന് വേണ്ടി ബാധിക്കുന്ന ഒരാളാണ് തോന്നൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അതിന്റെ ഇമ്പാക്ട് ആണ് അദ്ദേഹത്തിന് നിയമത്ത് കിട്ടിയത്. അത് മാത്രമല്ല 2014
ശശി തരൂരിനെ തോൽപ്പിക്കുന്ന അവസ്ഥയിലേക്ക് വരെ ഒ രാജഗോപാൽ എത്തിയിരുന്നു. അങ്ങനത്തെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാൻ ഒരു അവസരമാണ് ബി ജെ പി കിട്ടിയിട്ടുള്ളത്. ആ അവസരം ബി ജെ പി കളഞ്ഞു കുളിക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായിരിക്കും. അത് മാത്രമല്ല, പ്രതിപക്ഷത്ത് ഏറ്റവും വലിയ കക്ഷി സി പി എം ആണ്. ഭരിക്കുന്ന സി പി എമ്മിനേക്കാൾ പേടിക്കേണ്ടത് പ്രതിപക്ഷത്തിരിക്കുന്ന സി പി എമ്മിനെയാണ്. സി പി എം ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ അവസരം ആദ്യ മാസങ്ങളിൽ തന്നെ ബി ജെ പി കൈക്കൊണ്ട് കൊടുക്കുമോ എന്ന് കണ്ടു തന്നെ അറിയാം. എന്തൊക്കെയായാലും ബി ജെ പിക്ക് ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. തിരുവനന്തപുരം നിവാസികൾ കാത്തിരിക്കുകയാണ്. തിരുവനന്തപുരം നിവാസികൾ നിരാശരാക്കുകയാണെങ്കിൽ സംസ്ഥാനത്തൊട്ടാകെയായിരിക്കും ബി ജെ പിക്ക് തിരിച്ചടി വരാൻ പോകുന്നത്.